2 ദിനവൃത്താന്തം അധ്യായം 24. യോവാഷ് 7-ാം വയസ്സിൽ രാജാവായി. അവൻ 40 വർഷം ജെറുസലേമിൽ ഭരണം നടത്തി. ബേർഷെബായിലെ സിബിയ ആയിരുന്നു അവൻ്റെ മാതാവ്. യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. രാജാവിന് യഹോയാദ 2 ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു. അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി. യോവാഷ് ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക യൂദാ നഗരങ്ങളിൽ ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ. ഇതിന് വിളംബം വരുത്തരുത്. എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല. അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദയെ വിളിച്ചു ചോദിച്ചു, കർത്താവിൻ്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നികുതി യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവ്യരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിനു നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ദേവാലയ വാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂദായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു. പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവ്വം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുവോളം നിക്ഷേപിച്ചു. ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവ്യർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും. രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതന്റെ സേവകനും കൂടി പണമെടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കും. ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു. രാജാവും യഹോയാദയും അത് കർത്താവിൻ്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു. അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പുപണിക്കാർ, പിച്ചളപ്പണിക്കാർ എന്നിവരെ നിയോഗിച്ചു. അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു. അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ച് ബലവത്തായി. പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാദയെയും ഏൽപ്പിച്ചു. അവർ അത് കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യകമായ ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. യഹോയാദയുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു. യഹോയാദ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു. യഹോയാദയുടെ മരണത്തിനു ശേഷം യൂദാ പ്രഭുക്കന്മാർ യോവാഷിനെ വന്നു കണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു. രാജാവ് അവർ പറഞ്ഞത് കേട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി. അവരുടെ ഈ അകൃത്യ നിമിത്തം യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ ദൈവകോപമുണ്ടായി. അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവർ അത് വകവെച്ചില്ല. യഹോയാദ പുരോഹിതന്റെ മകൻ സഖറിയായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സഖറിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയ അങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സഖറിയായെ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ. വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു. അവർ യൂദായിലെയും ജെറുസലേമിലെയും ജനപ്രമാണികളെ വധിച്ചു. അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്ത് ദമാസ്കസ് രാജാവിന് കൊടുത്തു. സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവർ യോവാഷിന്റെ മേൽ ശിക്ഷാവിധി നടത്തി. യോവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു. ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു.
അങ്ങനെ അവർ യഹോയാദാ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു. യോവാശ് മരിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു, എന്നാൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമ്മോന്യനായ ശിമയാത്തിന്റെ മകൻ സാബാദും മൊവാബിയായ ശിമ്രിത്തിന്റെ മകൻ യഹോസാബാദുമാണ്. യോവാശിന്റെ പുത്രന്മാരുടെ വിവരങ്ങൾ, അവനെതിരെയുണ്ടായ അനേകം അരുളപ്പാടുകൾ, ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പുത്രൻ അമസ്യ രാജാവായി. അധ്യായം 25. അമസ്യ രാജാവാകുമ്പോൾ അമസ്യായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേംകാരിയായ യഹോവദനായിരുന്നു അവന്റെ മാതാവ്. അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തന്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത്. ഓരോരുത്തരും താന്താങ്ങളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണമെന്ന കർത്താവിന്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമസ്യ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 3 ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി. അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 1 ലക്ഷം വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലിയരോട് കൂടെയില്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തു പോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ അമസ്യ എഫ്രായിമിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അമസ്യ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പുതാഴ്വരയിലെത്തി 10,000 സേർ പടയാളികളെ വധിച്ചു. യൂദാ സൈന്യം വേറെ 10,000 പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. അവരുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി. യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസ്യ പിരിച്ചുവിട്ട സൈനികർ സമരിയായ്ക്കും ബേത്ത്ഹോറോനും ഇടയ്ക്കുള്ള യൂദാ നഗരങ്ങൾ ആക്രമിച്ചു 3000 പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഏദോമിനെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസ്യ സെയർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസ്യായോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന്? അപ്പോൾ അമസ്യ അവനോട് പറഞ്ഞു, രാജാവിന്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തു, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും. പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി, നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു. യൂദാ രാജാവായ അമസ്യ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാശിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, വരൂ, നമുക്കൊരു ബലപരീക്ഷണം നടത്താം. ഇസ്രായേൽ രാജാവായ യഹോവാശ് യൂദാ രാജാവായ അമസ്യായ്ക്ക് മറുപടി നൽകി, ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരുക എന്നാവശ്യപ്പെട്ടു. ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടി അരച്ചു കളഞ്ഞു. ഏദോമിനെ തകർത്തു എന്ന് നീ വീമ്പിളക്കുന്നു. അടങ്ങി വീട്ടിലിരിക്കുക. എന്തിനു യൂദായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല. ഏദോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ഇസ്രായേൽ രാജാവായ യഹോവാശ് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ യൂദാ രാജാവായ അമസ്യായുമായി യൂദായിലെ ബെത്ശെമേശിൽ വെച്ച് ഏറ്റുമുട്ടി.
യൂദാ സൈന്യം പരാജയപ്പെട്ടു. പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസ്യായുടെ മകനായ യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസ്യായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേമിന്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദേദോമിനെ തടവുകാരനാക്കി. രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ളമുതലും തടവുകാരുമായി സമരിയായിലേക്ക് മടങ്ങി. യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിനു ശേഷം യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസ്യ 15 വർഷം ജീവിച്ചു. അമസ്യായുടെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാഗീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളെ വിട്ട് ലാഗീഷിൽ വെച്ച് അവനെ വധിച്ചു. മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി.